ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഐറ്റംസായ അക്വേറിയം ഫിഷസിനെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഫിഷ് ഉണ്ട്. അതിൻ്റെ എന്തൊക്കെ ടൈപ്പാണ് ഉള്ളതെന്ന് കറൻലി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ സോറി, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിൽ, ബിക്കോസ് ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് മറ്റേ കയ്യിനെ കൊണ്ടാണ് ഫിഷിനെ പിടിക്കുന്നത്. അപ്പോൾ ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീഡിയോയിൽ എന്തെങ്കിലും ഇൻക്ലാരിറ്റി ഉണ്ടാവും. അപ്പം എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് എന്ന് പറയുന്നത് അക്വേറിയം ഫിഷും അതുപോലെ പെറ്റ്സിനോട് എനിക്ക് ഭയങ്കര ഒരു ക്രേസാണ്. അത് എൻ്റെ ഇവിടെ ഇതിപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു പെറ്റ്സും ഉണ്ടായിട്ടില്ല. ഞാൻ വന്നപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് എനിക്ക് പലതും വാങ്ങി തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേര് അറിയുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനെല്ലാം ഒരു റീസണബിളായിട്ട് റേറ്റിലുള്ള മീനിനെ മാത്രമേ ഇപ്പോൾ കറൻ്റ്ലി വളർത്തുന്നുള്ളൂ ഇവിടെ. ഈ കളർഫുള്ളായിട്ടുള്ള മീൻ, ഈ ഒരു ഗ്രീൻ കളറിലൊക്കെ ഞാൻ പിടിച്ചത് വിഡോ ടെട്ര എന്ന് പറയും. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ അവൈലബിൾ ആണ്. ഇത് കൂയ്ക്കാർപ്പാണ്. കൂയ്ക്കാർപ്പിൻ്റെ 2 ജോഡികളാണ് ഇത് രണ്ടും. പിന്നെ ഈ വിഡോ ടെട്രൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു 3 ജോഡി ഡിഫറെൻറ്റ് കളറിലിട്ട അക്വേറിയം ഭയങ്കര കളർഫുള്ളായിരിക്കും. ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫിഷാണ് ഗോൾഡൻ ഫിഷ്. ഗോൾഡൻ ഫിഷിൻ്റെ ഇഷ്ടം പോലെ പെയർ എൻ്റെ കയ്യിലുണ്ട്. എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു മീനാണ്. അവർക്ക് 2 ദിവസം നമ്മൾ അടുപ്പിച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓണറിന് ഗോൾഡ് ഫിഷ് മനസ്സിലാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വിഡോ ടെട്രേൻ്റെ ഡിഫറെൻറ്റ് കളറുണ്ട്. പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇവരൊക്കെ വിഡോ നോർമലി പാവം ഒരു ഫിഷാണ്. അങ്ങനെ അടിയൊന്നും കൂടുന്നതായിട്ട് ഇതുവരെ എൻ്റെ വീട്ടിലുള്ളതില്ല. ഇത് സക്കറാണ്. നമ്മുടെ അക്വേറിയം ക്ലീൻ ചെയ്യാനാണ് മെയിനായിട്ട് ഇവരെ പക്ഷെ അത്ര എനിക്ക് ഇതിനെ തൊടാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്. അതുകൊണ്ട് ഇതിനെ മാത്രം ഞാൻ കയ്യിലെടുക്കാറില്ല. പിന്നെ ഇത് കൂടാതെ ഞാൻ ഒരുപാട് ബക്കറ്റിലാക്കിയിട്ട് ഗപ്പി ഫിഷ് ഇഷ്ടം പോലെ ഉണ്ട്. കിണറ്റിലും കുറേ എണ്ണത്തിന് ഇട്ടിട്ടുണ്ട്. കൂടാതെ എല്ലാ ബക്കറ്റും ഗപ്പീസാണിപ്പം. ഇതാണ് അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് കൂയ്ക്കാർപ്പ് ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ ഗോൾഡൻ ഫിഷിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഗോൾഡൻ ഫിഷിൻ്റെ ബ്ലാക്ക് ഉണ്ട്, ഷാർക്ക് ഉണ്ട്. അപ്പം ഇതൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു ഫിഷ് ടാങ്കിൽ, കോമൺ ഫിഷ് ടാങ്കിലിട്ട് വളർത്തുന്നതാണ്. ഇവർ ആരും വലിയൊരു പ്രശ്നക്കാരൊന്നുമല്ല, എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് പോകും. പിന്നെ ഈ ഒരു ഗോൾഡൻ ഫിഷിൻ്റെ ഈ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡുള്ളത് കുറച്ച് സൈസ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇത് പെട്ടെന്ന് സ്പീഡിൽ പോകുമ്പോൾ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇവരെ ഞാൻ ബക്കറ്റിലേക്കാണ് മാറ്റിയിടാറ്. ബക്കറ്റിലാണ് നമുക്ക് തെർമോക്കോളിൻ്റെ ബോക്സ് ഉണ്ട്. ഇത് വേറൊരു ജോഡി ഗോൾഡൻ ഫിഷാണ്. ഇത് കൂടാതെ ഇതിൽ ഷാർക്ക്, ബ്ലാക്ക് ഗോൾഡ് ഉണ്ട്. അത് വേറെ തന്നെ ഒരു തെർമോക്കോളിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ച് മിക്സാക്കി ഇടാറില്ല, കാരണം പെട്ടെന്ന് വെള്ളം ചീത്തയാവും. അതുപോലെ തന്നെ ഫുഡിലൊക്കെ ഇവർക്ക് ഒരുപാട് എണ്ണത്തിന് ഒപ്പം ഇടുമ്പോൾ വേഗം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരു ബാച്ചസ് ആയിട്ട് ഇടുന്നത്. ഇത് വേറൊരു കുയ് ഫിഷും അതുപോലെ തന്നെ ഗോൾഡ്, ബ്ലാക്ക് ഗോൾഡ്, വൈറ്റ് ഷാർക്കൊക്കെ. വൈറ്റ് ഷാർക്കിനെ ഞാൻ കിണറ്റിലിടാൻ വാങ്ങിയതാണ്, പക്ഷെ അവരിപ്പോൾ ഇവരെ കൂടെ തന്നെയാണ് ഉള്ളൂ. ഇതുകൂടാതെ സീബ്ര ഫിഷ് വരുന്നുണ്ട്, നൈലോൺ സീബ്ര ഫിഷ് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാനും ഹാപ്പിയാണ്. അപ്പോൾ കാണുന്ന നിങ്ങളും ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എണീച്ചപാട് ഇവരൊക്കെ ഫുഡൊക്കെ കൊടുക്കാൻ നമുക്കൊരു മൈൻഡിലൊരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.